Now we will see the fundamental rules and laws of Boolean algebra. A set of rules or laws of Boolean algebra expressions to reduce the number of logic gates needed to perform a particular logical operation, and that is commonly known as laws of Boolean algebra. The variables used in Boolean algebra only have one of two possible values, that is a logic 0 and a logic 1. An expression can have an infinite number of variables such as A, B, C, etc. ഓക്കെ, അപ്പോൾ ഒരു ലോസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യും? അതിൽ എക്സ്പ്രഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് റൂൾസ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഏതൊരു പെർട്ടിക്കുലർ ഓപ്പറേഷനിലും യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഗേറ്റ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ഓരോ ബൂളിയൻ ഓൾജിബ്രയിലുള്ള വേരിയബിൾസിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളത്, ലോജിക് 0 ആൻഡ് ലോജിക് 1. ബട്ട് വി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേരിയബിൾസ്. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ഇൻപുട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഓരോ വേരിയബിൾസിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോസിബിളായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0 അതുപോലെ 1. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേരിയബിൾസ് ബട്ട് ദ പോസിബിൾ വാല്യൂസ് ആർ ഓൺലി logic 0 and logic 1, and these rules are used to reduce the number of logic gates that are needed to perform a particular logical operations. And there are certain rules, and we will see each rules one by one. And the first one is annulment law. A term ended with a 0 equals 0, or all with a 1 will equal to 1. Okay, so here we have a variable a, and any variable multiplied with 0 will give a value 0. Okay, and any variable that is odd or added with 1 will get the value 1. Okay, അപ്പോൾ ഏതൊരു വേരിയബിളിനെയും നമുക്ക് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഏതൊരു വേരിയബിളിനെയും 1 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, എ ടേം ആൻഡഡ് വിത്ത് എ 0 ഈക്വൽസ് 0 ആൻഡ് ഓൾ വിത്ത് 1 gives 1. Okay, and another law, next law is identity law. A term or with a 0 or and with a 1 will always equal to that term. Okay, so we can say we have two laws here in each one, for addition and for multiplication. So in the identity law, if any variable added with 0 will give an answer a, or any or that particular variable. Okay, and any variable ANDed with 1, or we can say any variable multiplied with 1 will give the same variable. അതായത് ഐഡൻറ്റിറ്റി ലോ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അതേ വാല്യൂ തന്നെയാണ്, അതേ വേരിയബിൾ തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് ഏതൊരു വേരിയബിളിനെയും നമുക്ക് 0 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വേരിയബിളാണ് വരിക. അതുപോലെ ഏതൊരു വേരിയബിളിനെയും 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം വേരിയബിൾ തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് ലോ ഈസ് ഐഡൻപൊട്ടൻറ്റ് ലോ. An input that is ANDed or OR with itself is equal to that input. Okay, so we can say any variable multiplied or added with that variable is equal to itself.
Okay, a plus a is equal to a dot a is equal to a. So here also we have two laws for and or operations. So ഇവിടെ നമ്മൾ 3 ലോസ് കണ്ടു. അന്വൽമെൻറ്റ്, ഐഡൻറ്റിറ്റി, ഐഡംപൊട്ടൻറ്റ്. അന്വൽമെൻറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വേരിയബിളിനെയും 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0യും 1 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ഉം. അതുപോലെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വേരിയബിൾ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു എ ഡോട്ട് 1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഐഡൻപൊട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് എ ഇസ് ഈക്വൽ ടു എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു ഏതൊരു വേരിയബിളിനെയും അതേ വേരിയബിൾ കൊണ്ട് ആഡ് ചെയ്യുമ്പോഴും അതുപോലെ ഏതൊരു വേരിയബിളിനെ അതേ വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ആ സെയിം വേരിയബിൾ തന്നെ ആയിരിക്കും. And next law is a complement law, and here also we have two laws for both addition and multiplication, or we can say for and or we have two laws. In the case of complement law, a term ANDed with its complement equals 0 and a term OR with its complement equals 1. So a dot a is equal to 0 and a plus a complement, that is here we have a complement here. It's just missed actually. So a dot a complement equal to 0 and a plus a complement is equal to 1. Why? Here suppose if a is equal to 1, then a complement will be what? 0. Okay, so 1 dot 0 will be 0, right? So we can say a dot a complement is equal to 0, and here a is equal to 1 and a complement is equal to 0. So a plus a complement is equal to 1 plus 0. So any value or any variable added with 1 is equal to 1, that we have already seen in the previous law. So we can apply the same one here. So in the case of complement law, any variable ANDed with its complement results to 0, and any variable ORed with that the complement of that variable will get the answer 1. അല്ലേ? അതായത് ഏതൊരു വേരിയബിളിൻ്റെയും കൂടെ അതിൻ്റെ കോംപ്ലിമെൻ്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0യും അതുപോലെ ആ ഒരു ഏതൊരു വേരിയബിളിൻ്റെയും കൂടെ അതേ വേരിയബിളിൻ്റെ കോംപ്ലിമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ 1ഉം നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയുന്നത്. Next is double negation. A term that is inverted twice is equal to the original term. So a double complement of a variable always equal to that variable. ഓക്കെ, അപ്പോൾ ഏതൊരു വേരിയബിളിൻ്റെയും ഡബിൾ നെഗേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡബിൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തന്നെയാണ് കിട്ടുന്നത്? ആ സെയിം വേരിയബിൾ തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ എ ഡബിൾ നെഗേഷൻ ലോ. And next is a commutative law. It applies to both addition and multiplication, and in the case of a commutative law, it allows a change in position for both addition and multiplication. That is, the order of application of two separate terms is not important. Okay, so here the order is not important. We can arrange in any way. A dot b is equal to b dot a. Here the order in which these two variables are ANDed makes no difference. Likewise, in the case of addition operation, a plus b is equal to b plus a. So the order in which these two variables are odd makes no difference. അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ കേസിലാണ്. അപ്പോൾ ഇതിൽ അഡീഷനുണ്ട് മൾട്ടിപ്ലിക്കേഷനുണ്ട്. അഡീഷൻ്റെ കേസിലാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിലും ഏത് വേരിയബിൾസാണോ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പൊസിഷനിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഏത് ഓർഡറിൽ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ടേംസിലെ അതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന ഒരു ഡിഫറൻസും വരുന്നില്ല. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ, അതുപോലെ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു
B plus A. The next law is the distributive law, and this law permits the multiplying or factoring out of an expression, and it applies to both addition and multiplication like commutative law and all other previous laws. So here we can say A into B plus C is equal to A dot B plus A dot C, and A plus B dot C is equal to A plus B into A plus C. So here we are just distributing these variables, right? So the first case we are just multiplying this A dot B plus A dot C. Okay, that is what we say. This is a distributive law. Okay, here A plus B dot A plus C. So we are just distributing the variables here. So we can say it applies to both addition and multiplication. Okay, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയുടെ കേസിൽ നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി, അതുപോലെ എ പ്ലസ് ബി ഡോട്ട് സി എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സി. And next is the absorptive law or the absorption law, and this law enables a reduction in a complicated expression to a simpler one by absorbing like terms. So here we can say we are just absorbing the variables and we are just simplifying the expression. Let's see each one. Here the first one is A plus A dot B. So here we can just apply this like A dot 1 plus A dot B. Okay, so A we can take it as common, so A into 1 plus B, and we all know that 1 plus B is equal to 1. If we are adding 1 with any variable, then our result will be 1, right? So if we apply the same law here, we can say here this value is 1. So A dot 1 means what? A dot 1 means A. അല്ലേ? അതായത് എ പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ ഡോട്ട് 1 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു. കാരണം എ ഡോട്ട് 1 എന്ന് പറയുമ്പോൾ എ ആണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി ലോ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എ ഡോട്ട് 1 പ്ലസ് എ ഡോട്ട് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എ കോമൺ ആയിട്ട് എടുത്തു. എ കോമൺ ആയിട്ട് എടുത്തിട്ട് 1 പ്ലസ് ബി എന്ന് കൊടുത്തു. അപ്പോൾ 1 പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. അപ്പോൾ എ ഡോട്ട് 1 ഇസ് ഈക്വൽ ടു എ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലോ ഈസ് എ ഇൻറ്റു എ പ്ലസ് ബി. A into A plus B means here we can simply apply A plus 0 because A plus 0 is equal to A. So we can write A plus 0 in place of A, and that is equal, right? So we have simply write it like this, and this A plus 0 into A plus B, and we have taken A here. So A plus 0 dot b, this is a distributive law, we have written like that, and A plus 0 into B, and here 0 dot b is equal to 0, so we will get the answer A. So we just absorb these variables and we simplified it into A. Okay, and next is A plus A dash B. Here A plus A dash dot A plus B. Okay, so this A plus A dash is equal to 1. So 1 dot A plus B is equal to A plus B. And next is A dot A dash plus B. Here we are just applying the distribution here. So A dot A dash plus A dot B. Here A dot A dash is equal to 0. And here we have AB, so the result is AB. So A dot A dash plus B is equal to AB. A plus A dash
A dash B is equal to A plus B. So these are the absorption laws in Boolean algebra. And next is the associative law, and this law allows the removal of brackets from an expression and regrouping of the variables. So here also we have laws for both addition and multiplication, that is for or and for and the first one is a plus b plus c is equal to a plus b plus c. So that is equal to a plus b plus c. So we can remove these brackets, and that brackets or grouping is not important here. Okay, so a into or a dot b dot c is equal to a dot b dot c, and that is equal to a dot b dot c. ഓക്കെ, അപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്രാക്കറ്റ്സിൻ്റെ പാരാന്തസിൻ്റെ കേസാണ്. അപ്പോൾ ഏത് രീതിയിൽ ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? എ പ്ലസ് ബി പ്ലസ് സി. ഓറിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആൻഡിൻ്റെ കേസിലും ഈ സെയിം റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഡോട്ട് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അപ്പോൾ ഏത് രീതിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? സെയിം ആണ്. So that are the different laws, and here we have an example how we can apply these rules and laws. Okay, so a plus b into a plus c. How can we write it? A dot a plus a dot c. So we are just distributing it like a dot a plus a dot c plus b dot a, that is equal to a dot b, right? As per the commutative law, and here b dot c. So as per the distributive law, we have just distributed, and next case this a dot a is equal to a, that is idempotent law. So a dot a is equal to a, then we have write it like this: a dot c plus a dot b and b dot c. And next is the distributive law. From this we can write a into 1 plus c. So a into 1 plus c plus a dot b plus b dot c, that is distributive law. And from this we can say this 1 plus c is equal to 1, that is identity law, right? This is an identity law, and from this we can write a dot 1, then a dot b, then b dot c. From this we can write a into 1 plus b plus bc, and that is also distributive law. From this we can write a dot 1 plus bc, because 1 plus b is equal to 1, that is also an identity law. And from this we can say a plus b dot c, and that is also identity law, that is a dot 1 is equal to a. So from here we can say a plus b into a plus c is equal to a plus bc. Okay, this is a distributive law, and we have just applied this to prove the answer. Okay, this is how we are just simplifying the expression, so that we can reduce the number of logic gates that we are using for an expression. So these are the important laws of Boolean algebra. And we have another one, that is duality principles in Boolean algebra. In the case of duality principle, dual means what? We are just interchanging 0 with 1, 1 with 0, and with or, and or with and. Okay, so if we want to find out the dual of an expression, then what we have to do? We have to
interchange these terms, that is 1 with 0 and 0 with 1 and with or and or with and. Here we have example here. Let's see the example. First one, dual of a plus 1. Okay, so a we can write it as it is. A is a, then plus we have to change to star, that is we are just interchanging this and or. Okay, so here this is the or operation and this is the and operation, and we replace 1 with 0 here. Okay, and next example, dual of AB plus AC. Here also A dot B, here this is A dot B, right, and this is A dot C dash. So A, this star, this dot will be plus and B, and this plus will be dot here and A, and this dot will be plus here C dash. So this will be the dual of AB plus AC. So the dual of AB plus AC is equal to A plus B dot A plus C dash, and that is the dual of the given expression. So in order to find the dual of an expression, we have to interchange the 0 with 1, 1 with 0, and with or, and or with and. And how it differs from the complement. In the case of dual, we are only interchanging the 0 with 1 and 1 with 0 and or. There is nothing we do with the variables, right? Suppose if we want to find the complement of this, so for that we have to write the complement also. So a plus 1 means a plus 1 complement means what? A complement dot 0. So here each term as well as the variable we are changing. Okay, so here we are finding the complement as well. In the case of dual, we are not taking the complement of the variables, we are just simply changing the zeros, ones, and or operations, that's all. So that is a difference between the dual and the കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ വേരിയബിൾസിൻ്റെ കോംപ്ലിമെൻറ്റ് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്, അതിൻ്റെ ലിറ്ററൽസ് കൂടി നമ്മൾ കണക്കാക്കണം. നേരെ മറിച്ച് ഡ്വൽ എന്ന് പറയുമ്പോൾ സീറോസ് വൺസ് ആവും, വൺസ് സീറോസ് ആവും, അതുപോലെ സ്റ്റാർ പ്ലസ് ആവും, പ്ലസ് സ്റ്റാർ ആവും. അതായത് ആൻഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഓർ ഓപ്പറേഷനിലേക്കും, ഓർ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആൻഡ് ഓപ്പറേഷനിലേക്കും മാറും. അപ്പോൾ ഇത്രയാണ് ഒരു ഡിഫറെൻറ്റ് ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് എ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.